പശ്ചിമ ബംഗാൾ മമതയുടെ കയ്യിൽ നിന്നും പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ പശ്ചിമ ബംഗാളിൽ ബിജെപി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് നിലവിലെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് പുറത്തു വരുന്നതോടെ ആ കാര്യത്തിൽ ഒരു തീരുമാനമാകും. പുതിയ സർക്കാർ ഏതുമാവട്ടെ, BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, PLMന്റെ ലക്ഷ്യം. ഒരു സംസ്ഥാനങ്ങളിലും നടക്കാത്ത കാര്യങ്ങളാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. അതായത് അമിത്ഷാ തന്നെ പശ്ചിമ ബംഗാളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അവിടെ ഏകോപിപ്പിക്കുന്നത്. കാരണം ഏത് സമയത്തും പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഒരു അട്ടിമറി ശ്രമം അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷാ തന്നെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് എല്ലാ ലോ ആൻഡ് ഓർഡറും അവിടെ ഏകോപിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ പശ്ചിമ ബംഗാൾ പോലീസിന് അവിടെ വലിയ റോളൊന്നുമില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. കാരണം നിലവിൽ ഇപ്പോൾ അർദ്ധസൈന്യത്തിന്റെ കൺട്രോളിലാണ് പശ്ചിമ ബംഗാൾ ഇപ്പോൾ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നോക്കുന്നുണ്ട് എന്നതാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് തന്നെ ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഉത്തർപ്രദേശിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ അജയ് പാൽ ശർമ്മയെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നേരെ പശ്ചിമ ബംഗാളിലേക്ക് നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ആരെങ്കിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ വെടിവെക്കുമെന്ന് അജയ് പാൽ ശർമ്മ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വെടിവെക്കുക മുട്ടിന്റെ താഴെയൊന്നും ആയിരിക്കില്ല, നേരെ പോയിന്റ് ബ്ലാങ്കിൽ തന്നെ നേരെ നെറ്റിയിലോ അല്ലെങ്കിൽ ഹാർട്ടിലോ ആയിരിക്കും വെടിവെക്കുക, വെടിവെച്ച് കൊല്ലും എന്ന രീതിയിൽ തന്നെയാണ് അജയ് പാൽ ശർമ്മ പറയുന്നത്. അതിൻ്റെയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. നിലവിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ റാലിയിൽ പശ്ചിമ ബംഗാൾ പോലീസ് ജനങ്ങളെ തടയാനും കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ച ഒരു അവസ്ഥ ഉണ്ടായി. അതോടെയാണ് അമിത്ഷാ തന്നെ ഇടപെട്ടത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട പ്രചരണം നടക്കുന്ന സമയത്താണ് മമതയുടെ പോലീസ് തന്നെ ഒരു ആക്രമണം അഴിച്ചുവിട്ട് ആ ഒരു പ്രചരണം അലങ്കോലമാക്കാനായിട്ട് നോക്കിയത്. പശ്ചിമ ബംഗാളിൽ BJPയുടെ വിജയം ഉറപ്പ് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി നടന്ന റാലിക്കിടെയാണ് സംഭവം അരങ്ങേറിയത്. തടിച്ചുകൂടിയെത്തിയ ആളുകളെ ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിക്കുന്നതായിരുന്നു മമതയുടെ പോലീസ് ചെയ്തത്. ഇത് കണ്ട ഉടനെ തന്നെ അമിത്ഷാ ഇടപെട്ടു. ഉടനെ തന്നെ അമിത്ഷാ മൈക്കിലൂടെ മമതയുടെ പോലീസിനോട് പറഞ്ഞത്, ഓ ബംഗാൾ പോലീസ്, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ എന്നാണ് അമിത്ഷാ പോലീസിനോട് പറഞ്ഞത്. ഇത് കേട്ട സദസ്സിലുണ്ടായിരുന്ന ജനങ്ങൾ വൻ കരഘോഷം മുഴക്കുകയും പോലീസിനെ നോക്കി ഇങ്ങനെ നാണത്തോടെ അവർ പറയുന്നത് കാണാം. അങ്ങനെ ആ വേദിയിൽ വെച്ച് തന്നെ ആളുടെ മുന്നിൽ വെച്ച് മമതയുടെ പോലീസ് നാണം കെട്ടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാണെന്നത് മറ്റൊരു കാര്യം. കൃത്യമായി തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പശ്ചിമ ബംഗാളിലെ ഓരോ നീക്കങ്ങളും ഓരോ ദിവസവും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗുണ്ടകൾക്ക് ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനോ അവർക്ക് ഒന്നും തെരഞ്ഞെടുപ്പിലേക്ക് കൈകടത്താനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഒരു വലിയൊരു സ്ഫോടനം നടത്താനുള്ള ഒരു ശ്രമങ്ങളുടെ ഭാഗമായി സൂക്ഷിച്ചു വച്ചിരുന്ന 75ഓളം ബോംബുകളാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചെടുത്തത്. തെരഞ്ഞെടുപ്പ് സ്ക്വാഡും അർദ്ധസൈനിക വിഭാഗവും എല്ലാം കൂടെ പിടിച്ചെടുത്തത്. കൂടാതെ ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഈ കേസ് NIAക്ക് കൈമാറിക്കൊണ്ടൊരു ഉത്തരവ് ആഭ്യന്തര വകുപ്പ് തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് കേസ് ഗൗരവമാണ്, അതുകൊണ്ട് തന്നെ NIA തന്നെ ഇതിൽ അന്വേഷിക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ ബോംബുകൾ എവിടെ നിന്ന് വന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് NIA അന്വേഷണം നടത്തും എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം.